ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫൺ ഫാമിലി 3 ഡോസ്. അങ്ങനെ ഞങ്ങൾ ഇത് വന്നിരിക്കുന്നത് എല്ലാരും കാത്തിരിക്കുന്ന ആ ചലഞ്ചുമായിട്ടാണ്. ഏതാണ്? ആ ചലഞ്ചാണ് ഗാറ്റോക് ചലഞ്ച് പാർട്ട് 2. പാർട്ട് 2 ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ, പാർട്ട് 2 നമ്മുടെ അടുത്ത് കുറെ റിക്വസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നു. അതെ, പാർട്ട് 1 നമ്മൾ ഇട്ടപ്പോ കുറെ പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തു പാർട്ട് 2 കൂടി ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ഇന്ന് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. 1നെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. കാരണം നമ്മൾ 1ൽ വെച്ചിരുന്നത് വായിൽ ഫുഡ് ഐറ്റംസ് ആയിരുന്നു നമ്മൾ വെച്ചിരുന്നത്. പക്ഷെ ഈ വട്ടം നമ്മൾ ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ റെക്കമെൻഡ് ചെയ്തതുപോലെ തന്നെ ഷോൾ വെച്ചിട്ട് ടൈ ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെ, അപ്പം ഇതിന്റെ റൂൾസും റെഗുലേഷൻസും സെയിം ആദ്യത്തെ ഗാറ്റോക് പാർട്ട് 1ന്റെ പോലെ തന്നെയാണ് ഇതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ പണിഷ്മെന്റ് വെറൈറ്റി ആണ്. വെറൈറ്റി ഇതല്ല, വളരെ വെറൈറ്റി ആണ്. പണിഷ്മെന്റ് കിട്ടുന്നവർക്ക് ഇച്ചിരി പാടാണ് പറയാൻ, അടച്ചു പറയുന്നവർക്ക് പറയാം. അതെ, അതായത് നാണവും മനമില്ലാത്തവർക്ക് പറയാം, ലിറ്ററലി പറയണേ അങ്ങനെ. ഞാൻ പറയും നമ്മളതൊരു ആസ് എ ഗെയിം എന്നുള്ള രീതിയിൽ നമ്മൾ അതെടുത്ത് നമ്മൾ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്ത് കിട്ടിയാലും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ പണിഷ്മെന്റ് എന്താണെന്ന് അറിയണ്ടേ? അതായത് നമ്മൾ ലെഫ്റ്റ് ടോണിൽ സംസാരിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാ എക്സാമ്പിൾ കാണിച്ചു കൊടുക്കോട്ട്. അതായത് ആന്റിയുടെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എങ്ങനെയാണ് ഒരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് പറയൂ ഇൻ ലെഫ്റ്റ് ടോണില് പറയൂ. എക്സാമ്പിൾ ആണ്. അതിപ്പോ വേണോ അതോ ഇപ്പൊ എക്സാമ്പിൾ അപ്പൊ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലെഫ്റ്റ് ടോണിലാണ് സംസാരിക്കുന്നത്. അതിപ്പോ ശരി അപ്പൊ ആദ്യമേ തന്നെ അതിനു വേണ്ടി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യണം. നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ആക്കണം അതിന് വേണ്ടിട്ട്. എന്നിട്ട് നമ്മള് ക്യാരറ്റ് ഇങ്ങോട്ട് എടുക്കണം, എന്നിട്ട് അതിനെ അങ്ങോട്ട് ചിരണ്ടണം. ചിരണ്ടണം കേട്ടോ പെൻസി മോളെ, നോവല്ലേ. അയ്യോ എന്റെ കൈ മുറിഞ്ഞ്. പണിഷ്മെന്റ് ആ മൂടാണ്. ഇതാണ് പണിഷ്മെന്റ്. വെറൈറ്റി ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിൽ ഞങ്ങള് എടുത്തു. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാവും എന്താകും എന്നൊക്കെ കാണാല്ലേ. കാണാം. അപ്പൊ വഴിയോടെ കാണാം ആരൊക്കെ പണിഷ്മെന്റ് എടുക്കേണ്ടി വരുമെന്ന്. ഞാൻ എടുക്കൂല, ഞാൻ ഒരിക്കലും ആദ്യം അങ്ങനെ പറയുന്നില്ല. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല, ഈ വായി മൂക്കൊക്കെ അടച്ചോണ്ട് എന്തൊക്കെയാ പറയുന്നത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ആദ്യത്തെ ആളിവിടെ രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. അതെ, വിടാൻ പറ്റുന്നില്ല. എന്തൊക്കെയാ കാണാൻ പഠിച്ചോണ്ടിരിക്കുക. എന്താ എങ്ങനെയാന്നൊന്നും അറിയില്ല. ഇപ്പൊ ഏത് ഭാഷ പറയുന്ന ദൈവത്തിനറിയാം. അതെ, പണിഷ്മെന്റ് കിട്ടാതിരുന്ന നമ്മുടെ വഹിക്കും. അതെ, അപ്പൊ തുടങ്ങുമല്ലേ രമണ? ആരും തുടങ്ങിക്കോ. പറഞ്ഞു പഴയ പഴം പോയെന്തോ എവിടെ? പാലത്തിന്ന് പഴം പോയി. പാലത്തിന്ന് പഴം പോയോ? പഴയ പാലത്തിൽ പുതിയ പാലക്കാരൻ. പഴയ പാലത്തിൽ പുതിയ പാലക്കാരൻ പാലം പണിഞ്ഞു. പാലം പണിഞ്ഞു. പണിതു. പഴയ പാലത്തിൽ പുതിയ പാലക്കാരൻ പാലം പണിതു. ഞാൻ രക്ഷപ്പെട്ടു. പണിഷ്മെന്റ് രക്ഷപ്പെട്ടു. ഓക്കെ, പണിഷ്മെന്റ് കൊടുക്കല്ലേ? പണിഷ്മെന്റ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്, അപ്പൊ ഇവക്ക് ഇന്ന് പണിഷ്മെന്റ് ഇപ്പൊ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് തുണി അയൺ ചെയ്യാറില്ലേ?
അപ്പൊ അതിന്റെ പ്രൊസീജിയർ A to Z, അതായത് നമ്മൾ പ്ലഗിൽ കുത്തുന്നിടം തൊട്ട് നമ്മൾ തുണി സെലക്ട് ചെയ്യുന്നിടം തൊട്ട് എല്ലാം. തുണി സെലക്ട് ചെയ്തത് തൊട്ട് വേണോ? അതൊന്നും വേണ്ട, തേക്കുന്ന മതി. അല്ലല്ല, അത് തൊട്ട് വേണം. അലുമാരി ഇങ്ങോട്ട് തുറക്കുക, എന്നിട്ട് തുണി എടുത്തിട്ട് അങ്ങോട്ട് വിരിക്കുക, ഒരു തേപ്പൊട്ടി എടുക്കുക, തേപ്പൊട്ടി എടുത്തിട്ട് പ്ലേറ്റിൽ കുത്തണം, കുത്തിയിട്ട് ഇങ്ങോട്ട് തേക്കണം. ഉടുപ്പ് പിന്നെ തേച്ചിട്ട് നല്ലതായിട്ട് തേക്കണം. നല്ലതായിട്ട് തേച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യണം. ഓഫ് ചെയ്തിട്ട് ഷർട്ട് എടുത്തങ്ങോട്ട് ഇടണം, എന്നിട്ട് പൊക്കുമോ, വെറുതെ വിട്ടിരിക്കുന്നു. നമുക്ക് അടുത്തത് പറഞ്ഞോളാം, അടുത്തതിലേക്ക് കടക്കാം. ഇതിപ്പോ നമ്പൂതിരി എന്നെ വിട്ട് പോവാ. നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാ അല്ലേ? പറഞ്ഞോളുക നമ്പൂതിരി. അല്ല പറയാ, വേഗം ഒന്ന് പറ. പപ്പരപ്പയോ? പപ്പരപ്പ പാട്ടാണോ, ഡയലോഗാണോ? പാട്ട് പാടിയ പോലെ. പച്ചപ്പപ്പടം, പച്ച പപ്പാലപ്പട്ടിയോ? പെരപ്പട്ടി, പെരപ്പട്ടി. പച്ചപ്പാലെന്തത്തെ? പച്ച വെക്കാല്ലോ പറഞ്ഞത്. പച്ച ചക്കരക്കുട്ടി, പപ്പായ. പച്ച കൊക്കരക്കൊക്കോയോ? പച്ച പപ്പായ, പറ്റി, പെറ്റോ, പെപ്പിരിയോ, പെപ്സിയോ, പച്ച പപ്പായ, പച്ച പപ്പായ പെട്ടി, പച്ച പപ്പായ പെട്ടി, പെട്ടിയിൽ പച്ച പപ്പായ പെട്ടിയിൽ, പെട്ടിയിൽ പച്ച പപ്പായ പെട്ടിയിൽ പിച്ച പിച്ച പച്ച പപ്പായ പെട്ടിയിൽ പച്ച പച്ച പപ്പായ. എന്താ സാധിച്ചത്? ലാസ്റ്റ് അതായത് പച്ച പപ്പായ പെട്ടിയിൽ 10 പച്ച പപ്പായ. ഇതെന്ത് കഷ്ടമാണോ? ഈ വട്ടം വന്നപ്പോ ചെവിയൊക്കെ ക്ലീൻ ചെയ്തിട്ടാ വന്നെ. എന്തൊരു കഷ്ടമാ, എന്തൊരു കഷ്ടമാ. പണിഷ്മെന്റ്. നാരങ്ങ വെള്ളം പിരിയാണ്. ഓക്കെ, അപ്പൊ ഈ വട്ടം നമുക്ക് അവളുടെ പണിഷ്മെന്റിൽ നാരങ്ങ വെള്ളം പിഴിയാൻ പറയാം. പിഴിഞ്ഞോ 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 പിഴിഞ്ഞോളാ. പിഴിഞ്ഞോളുക. നമ്മൾ ആദ്യമേ നാരങ്ങ ഇങ്ങോട്ട് എടുക്കണം, അതിനെ ഇങ്ങോട്ട് കഴുകണം വേണമെങ്കിൽ, എന്നിട്ട് ഇങ്ങോട്ട് മുറിക്കണം. മുറിച്ചിട്ട് ഗ്ലാസ് എടുക്കണം, ഗ്ലാസ്സിൽ പിഴിയണം, പിഴിഞ്ഞിട്ട് നല്ലതായിട്ട് പിഴിയണം. എന്നിട്ട് നമ്മൾ ഉപ്പിടണം, പഞ്ചസാര ഇടണം, എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കണം, തണുത്ത വെള്ളം ഒഴിക്കണം. ഇപ്പൊ എവിടെ പോയി എടുക്കാൻ? എന്നിട്ട് നന്നായിട്ട് ഇളക്കണം, ഇങ്ങനെ ഇളക്കണം, നന്നായിട്ട് ഇളക്കണം. ഇങ്ങനെ ഇളക്കിയാൽ മതിയോ? ഇങ്ങനെ ശരി. സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റണം, എന്നിട്ട് കുടിക്കണം. കുടിക്കണം. ഞങ്ങൾക്കല്ലേ തരാൻ പറഞ്ഞ, നീ എന്തിനാ കുടിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ട, ഇത് വേണ്ട. കുടിച്ചു. മരുന്ന് കഴിഞ്ഞു. ജയ് ഹിന്ദ്. പെർഫെക്റ്റ് അല്ലെങ്കിലും തട്ടിമുട്ടി നമുക്ക് പറഞ്ഞുവിടാം. ഓക്കെ, നെക്സ്റ്റ്. അല്ല, ഈ പറയുന്ന ആരാ പറയുന്നത് ചേട്ടാ? ഒരു വിധത്തിൽ ഒപ്പിച്ചോണ്ട് വരും, അപ്പൊ അറ്റം കൊണ്ടുപോകും. അതൊക്കെ മനസ്സിലാവും, എളുപ്പമുള്ളതാണേ. ഞാൻ ഓർത്ത് എയർപോർട്ടിൽ നിന്നായിരിക്കണം.
നല്ല നിലത്ത് നല്ല നിലത്തിൽ നല്ല നിലത്തിൽ നന്നായി നിൽക്കുന്ന നിലാവ്. നിലാവോ? നന്നായി നിൽക്കുന്ന നല്ല നിലത്തിൽ നന്നായി നിൽക്കുന്ന നിലാവ്. നല്ല നിലത്തിൽ നന്നായി നിൽക്കുന്ന നിലാവ്. രണ്ടുപേരും പറഞ്ഞു. അപ്പൊ പണിഷ്മെന്റ് കൈവട്ടം. അങ്ങനെ അടുത്തയാള് ഗെയിം കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നിർത്തി പറയാന് മാണിക്കിന് കുറച്ച് കഞ്ഞി കൊടുക്കാൻ. മാണിക്ക മണ്ടേ മണ്ടേ മഞ്ഞ് മഞ്ഞ തുള്ളി ചോക്ലേറ്റാ. മഞ്ഞ് തുള്ളി മഞ്ഞ മങ്കി മഞ്ഞ മങ്കി. എനിക്കങ്ങനെ തിരിച്ചത് മങ്കി മങ്കി. ഗെയിം കളിച്ചപ്പോ മാൻ ഗെയിം കളിച്ചപ്പോ ഞാൻ ഗെയിം കളിച്ചപ്പോൾ ഒന്നുകൂടെ പറയാൻ കേക്കണമെന്നോ? രണ്ടുപേരൂടെ കേക്കണമെന്നോ? ഞാൻ ഉറങ്ങാം. ഞാൻ ഗെയിം കളിക്കല്ലേ. ഗെയിം എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് ഇല്ല. ഉണ്ട്, ഗെയിം ഉണ്ട്. ആ ഞാൻ മഞ്ജു മഞ്ജു മനു മങ്കി ഗെയിം. മാൻ തുള്ളി കളിച്ചപ്പോൾ ഞാൻ ഗെയിം കളിച്ചപ്പോൾ ആരും ഗെയിം കളിക്കരുത്. മങ്കി ഗെയിം കളിക്കരുത്. നിർത്തി നിർത്തി മഞ്ജു ഗെയിം കളിക്കരുത്. മഞ്ച് 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 ഗെയിം കളിക്കരുത്. നല്ല ഗെയിം കളിക്കരുത്. മഞ്ഞ് ഗെയിം കളിക്കരുത്. ഗെയിം ഇല്ല. എം കൂട്ടിയതാണ്ടോ? എന്തോ മാത്രം ഒന്ന് പറയടോ, ഒന്ന് മനസ്സിലാവണ്ടോ? മാൻ ഗെയിം കളിക്കരുത്. ഗെയിം കളിക്കരുത്. ആര്? മാനോ? മാനാണോ? അല്ല, മാനല്ല. അങ്ങനെ ഇരിക്കട്ടത്. ഞാൻ ഗെയിം അപ്ഡേറ്റ് ചെയ്ത വേർഷനാണ്. ഞാൻ ഗെയിം അപ്ഡേറ്റ് ഞാൻ ഗെയിം അപ്ഡേറ്റ് ചെയ്ത് കയറ്റിയതാണ്. ഞാൻ ഫോൺ അപ്ഡേറ്റ് ചെയ്തതാണ്. ഞാൻ ഗെയിം അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്ഡേറ്റ് ചെയ്ത വേർഷൻ ആണ്. ഞാൻ ഗെയിം ഞാനെന്നാണോ? എന്തുവാ? ആരും ഗെയിം കളിക്കരുത്. മാഹി എന്നാണോ? മാഹി മാഹി. പിന്നെ മാനി. മൈ ഗെയിം കളിക്കരുത്. മൈന ഗെയിം. മൈന മൈന മൈ ഗെയിം കളിക്കരുത്. മൈന മൈൻഡ് ഗെയിം. മൈൻഡ് ഗെയിം കളിക്കരുത്. ഞാൻ ഗെയിം അപ്ഡേറ്റ് ചെയ്ത വേർഷനാണ്. ഞാൻ ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്ത വേർഷനാണ്. മൈൻഡ് ഗെയിം കളിക്കരുത്. ഞാൻ
ബ്രെയിൻ അപ്ഡേറ്റ് ചെയ്ത വേർഷൻ ആണ്. ഓക്കെ. ഓംലെറ്റ്. ഓംലെറ്റ്. അപ്പൊ ഗൈസ് പണിഷ്മെന്റ് എങ്ങനെയാണ് ഓംലെറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഫ്രിഡ്ജ് തുറക്കുക, മുട്ട ഇങ്ങോട്ട് എടുക്കുക, പാനടുപ്പിലോട്ട് വെക്കുക, സ്റ്റൗ കത്തിക്കുക, പാനടുപ്പിൽ വെക്കുക, മുട്ട അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് ഒഴിക്കുക, ഒഴിച്ചിട്ട് അതിന്റെ പുറത്തോട്ട് കുരുമുളക് പൊടി ഇങ്ങനെ പെതറുക, കുറച്ച് ഉപ്പൂടി അങ്ങോട്ട് ഇടുക, എന്നിട്ട് അങ്ങോട്ട് വേഗം കഴിക്കുക. എല്ലാവർക്കും ഒരു നമ്പൂതിരി മൊത്തത്തിൽ നമ്പൂതിരി. നെക്സ്റ്റ് റൗണ്ട് ചോദിക്കട്ടെ? ചോദിക്കേ ചെറുതാ. കോൺഫിഡൻസ് ഇല്ലാത്തപ്പോൾ, കോൺഫിഡൻസ് ഇല്ലാത്തപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് എന്തുവാ കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് എന്തോ കൂടുതൽ, ടാസ്ക് കൂടുതൽ, ആയുസ് കൂടുതലോ? ഒന്നിടുന്നിട്. കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് ആയുസ് കൂടുതൽ. ആയുസ് കൂടുതൽ. ആക്സിഡന്റോ? ആർട്സോ? നട്സോ? ബോൾട്ട് നട്ട്. നട്സ് കൂടുതൽ. അതൊന്ന് പറഞ്ഞതാണോ? അമ്മ പറഞ്ഞോ? കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് നട്സ് കൂടുതൽ. പറ്റത്തില്ല. കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് നട്സ് കൂടുതൽ. അല്ല, നൈസ് കൂടുതൽ. കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് ഗായ്സ് കൂടുതൽ. നട്സ്. ആയുസ് കൂടുതൽ. നോൺസ്. കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് നൈസ് കൂടുതൽ. നൈസ്. കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് എന്തോ കൂടുതൽ. എന്തോ അറിയത്തില്ല. ഒന്നുകൂടി പറ. നാക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് നോയ്സ് കൂടുതൽ. കോൺഫിഡൻസ് ഇല്ലാത്തവർക്കാണ് നോയ്സ് കൂടുതൽ. ഞാനിതൊരു പ്രാവശ്യം പറഞ്ഞതാ. എപ്പൊ പറയൂ? നോയ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗായ്സ് ഇപ്പൊ പണിഷ്മെന്റ് മീൻകറി വെക്കാൻ പോവുകയാണ്. പണിഷ്മെന്റ് ആയിക്കോട്ടെ. മീൻ ഇങ്ങോട്ട് എടുക്കണം, ഇങ്ങോട്ട് കൂടെ രസം കാണാൻ, അങ്ങോട്ട് വെട്ടണം. എല്ലാ രസമാണ്. വെട്ടണം, തല വെട്ടണം, സൈഡ് വെട്ടണം, വാല് വെട്ടണം. വെട്ടിട്ട് ഇഞ്ചട്ടിയിലോട്ടിട്ട് ഇങ്ങോട്ട് തേക്കണം. അങ്ങോട്ട് പെതുക്കെ തേക്കണം മീന്. മീനെല്ലാം ഇറ്റ് പോകും. പെതുക്കെ തേക്കാവുള്ളൂ. മീനെ തേച്ച് 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 അതിൻ്റെ ഉളുമ്പ് കളഞ്ഞെടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് കഴുകണം. കഴുകിയിട്ട് അങ്ങോട്ട് ചട്ടിയിലോട്ട് കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് ഇടണം. എന്നിട്ട് ഉള്ളി ഇങ്ങോട്ട് എടുക്കണം. എന്നിട്ട് അങ്ങോട്ട് അരിയണം.
നിർത്തിക്കോളെ. മതിയായത് അത്ര മതി. മീൻകറി തൃപ്തിയായി. ഹാപ്പി. പറയട്ടെ. പറഞ്ഞതാണോ? സെന്റൻസ് പറഞ്ഞതാണോ? ശരി, ഒന്നുകൂടെ ചത്തവരിക്കവിടെ. നിക്കുന്നിടത്ത് തന്നെ ആക്കണം. ആ, അതെനിക്കറിയത്തില്ല. എന്താണ് പറയണ്ടേന്ന് പറയും. ആശക്കുഞ്ഞിന് ബോണ്ട വേണമെന്ന് കൊടുക്കാം. ഞാൻ മാസാണ്. മാസം എന്ന് പറഞ്ഞില്ലേ? മാസാണ്. നിക്കുമ്പോ തന്നെ മാസാണ്. കുറച്ചെന്താ വ്യത്യാസം? ആദ്യത്തെ ഇത് ഞാനൊന്നും പറഞ്ഞു തരത്തില്ലേ. അറ്റത്തുമ്പ് കിട്ടും, ബാക്കി പറയും. ഞാൻ അതിന് പണിഷ്മെന്റ് ചെയ്യണം. ഓഫ്കോഴ്സ് ചെയ്യണം. മാസ് കാണിക്കാൻ വേണ്ടിട്ടല്ല. മാസ് കാണിക്കാൻ മാസ് കാണിക്കാൻ വേണ്ടിട്ട് അല്ല. ഞാൻ മാസ് കാണിക്കാൻ അറിയണ്ട. ഞാൻ നിക്കുമ്പോ തന്നെ മാസമുണ്ട്. മാസ് കാണിക്കാൻ വേണ്ടി ട്രൈ ചെയ്യണ്ട. ഞാൻ മാസാണ്. ഞാൻ നിക്കുന്നിടത്ത് തന്നെ മാസാണ്. മാസാണ്. മാസുണ്ട്. ട്രൈ ചെയ്യണ്ട. ഞങ്ങൾ നിക്കുന്നിടത്ത് തന്നെ മാസാണ്. ഞാൻ പറയാം ഒന്നുകൂടെ. തുടക്കം ഒന്ന് പറഞ്ഞു ാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ട. ഞങ്ങൾ നിക്കുന്നിടത്ത് തന്നെ മാസാണ്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മാസാണ്. ഇച്ചിരി തെറ്റിയോ? ഞങ്ങൾ നിൽക്കുന്നത് തന്നെ മാസാണെന്നാണോ? മാസാക്കാൻ വേണ്ടി ട്രൈ ചെയ്യരുത്. ഞങ്ങൾ ചെയ്യണ്ട. ട്രൈ വേണ്ട. മാസാക്കാൻ വേണ്ടി ട്രൈ വേണ്ട. മാസാക്കാൻ വേണ്ടി ട്രൈ വേണ്ട. ഞങ്ങൾ നിൽക്കുന്നത് തന്നെ മാസാണ്. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മാസാണ്. മാസാക്കാൻ വേണ്ടി ട്രൈ വേണ്ട. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ മാസാണ്. ഞാനും പറഞ്ഞു. രണ്ടുപേരും അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കഴിച്ചോക്ക് അതല്ലേ. ഓ നീ പറയട്ടെ. വെട്ടിയില്ല പൂച്ച. ഭാഗ്യം അത് വെച്ചതായി. പപ്പയെ കട്ടോണ്ട് പോയി. കേക്ക് തപ്പി ഉപ്പി പപ്പ തട്ടൻ കപ്പ തപ്പാൻ കപ്പലണ്ടി 10 കപ്പലണ്ടി കപ്പ കപ്പലണ്ടി 10 കപ്പലണ്ടി കപ്പ കപ്പലണ്ടി കപ്പലിട്ട് പറത്തി കപ്പലിൽ തട്ടി കപ്പ കപ്പലണ്ടി കപ്പലിൽ പറയാം. കപ്പലിൽ കേട്ടോണോ? കപ്പ കപ്പലണ്ടി കപ്പലിൽ കപ്പലണ്ടി അവസാനത്തെ കപ്പലിൽ കേറ്റി 10 കപ്പലണ്ടി കപ്പലിൽ കേറ്റി കപ്പ കപ്പലണ്ടി കപ്പ കപ്പലണ്ടി കപ്പലിൽ കേറ്റി കപ്പ കപ്പലണ്ടി കപ്പലിൽ കേറ്റി
കഴിഞ്ഞു, എല്ലാം റെഡിയായി. അയ്യോ പണിഷ്മെന്റ് ചെയ്തോ? എല്ലാം ശരിയായി. പണിഷ്മെന്റ് എന്താണ് നമ്മൾ പണിഷ്മെന്റിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ലൊരു ഷേക്ക് ഇങ്ങോട്ട് അടിക്കാം. എന്ത് ഷേക്കാ? മിൽക്ക് ഷേക്ക് ആയിക്കോട്ടെ. തുടങ്ങട്ടെ രമണ, തുടങ്ങട്ടെ. ചോക്ലേറ്റ് ഷേക്ക് വേണോ മിൽക്ക് ഷേക്ക് വേണോ? ചോക്ലേറ്റ് അല്ലേ നിങ്ങൾക്ക്? ചോക്ലേറ്റ് ഷേക്ക് പോരട്ടെ. ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുക. തുറന്നു. ഫ്രിഡ്ജ് തുറന്നതിന് ശേഷം നമ്മൾ ആ പാലും കവർ ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിന് നോവാത്തതുപോലെ അത് കട്ട പിടിച്ചിരിക്കുന്നതിൽ അതിന്റെ ബാക്കിലിട്ട് 2 അടി തട്ടുക. 2 അടി കൊടുക്കട്ടെ. അതിനുശേഷം അത് നമ്മൾ എടുത്ത് കൊണ്ടുപോയി മിക്സിയുടെ ജാറിലേക്ക് തള്ളുക. നോക്കി തള്ളണേ, പുറത്തു പോകരുതേ. അതിനുശേഷം നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം ഇതിലേക്ക് തട്ടുക. കുറച്ച് പഞ്ചസാര ഒഴിക്കുക. അതിനുശേഷം അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് കറക്കുക. കറക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയാകും. ചോക്ലേറ്റ് ഷേക്ക് റെഡിയാകും. അത് നമ്മൾ ഗ്ലാസ്സിൽ ഊത്തുക. ഊത്തുകായിപ്പോയി. ഗ്ലാസ്സിലേക്ക് നമ്മളത് ഒഴിക്കുക. അതിനുശേഷം താഴെ പോവാതെ നോക്കണേ, എടുത്തുകൊണ്ട് ആർക്കെങ്കിലും കൊടുക്കുക, അല്ല തന്നെ അങ്ങ് കുടിക്കുക. ഗുഡ്. സൂപ്പർ. എനിക്കിനി പണിഷ്മെന്റ് വേണം. തമ്പുരാൻ സ്റ്റണ്ടർ കേട്ടോണോ? തമ്പ്രാൻ, തമ്പാൻ, തണ്ടാൻ, തണ്ടർ അല്ലേ? സ്ട്രോങ്. ചെമ്പൻ, കമ്പിയും, ചെമ്പിൽ, ചെമ്പൻ, കഞ്ഞി, ചെമ്പൻ കഞ്ഞി, ചെമ്മീൻ, ചെമ്മീൻ കഞ്ഞി, ചെമ്പൻ കഞ്ഞിയിൽ ചെമ്മീൻ. ആ ചെമ്മീന്റെ അമ്മയോ? ചെമ്പരത്തി, ചെമ്മീൻ ചെമ്പരത്തി, ചെമ്പിൽ ചെമ്മീൻ, ചെമ്പൻ ചെമ്മീൻ, ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി, ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി, അന്തം കുന്തം ചെമ്പരത്തി, ചെമ്പിൽ ചെമ്പരത്തി, ചെമ്മീൻ ചെമ്പിൽ ചെമ്പിൽ ചെമ്മീൻ, ചെമ്പിൽ ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി, ചെമ്പൻ ചെമ്പിൽ ചെമ്പരത്തി, കഴി കഴി ചകിരി, കഴി, ചോറ് കറി, ചോറും കറിയും, ചെമ്പരത്തി കൊല, ചെമ്പരത്തി ചൊറി, ചെടി, ചെമ്പരത്തി ചെടി, കുലുക്കി, ചെമ്പരത്തി ചെടി, ചെടിയിൽ, ചെമ്പരത്തി ചെടിയിൽ ചെമ്പരത്തി, ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി, ചെമ്പരത്തി ചെടിയിൽ
ചെമ്പരത്തി ചെമ്പലത്തി ചെമ്പരത്തി ചെമ്പഴത്തി ചെമ്പരത്തി തമ്പുരാട്ടിയാ ഇവളോ കമ്പിറുക്കി ഞണ്ടിറുക്കി ഒന്നോടെ ഞാൻ പറയാം ചെമ്പരത്തി ചെമ്പരത്തിയാണോ ചെമ്പരത്തി ചെടിയിൽ ചെമ്പല്ലി പല്ലിയല്ല പൂച്ച ഓടും ആ ചെമ്പരത്തി ചെടിയിൽ ചെമ്പഴുക്ക ചെട്ടി ചെമ്പരത്തി ചെടിയിൽ ചെമ്പുത്തിയോ ചെമ്പത്തി ചെത്തിപ്പൂ ചെത്തിപ്പൂ ചെമ്പരത്തി ചെടിയിൽ ഇതിപ്പോ രണ്ടുപേർക്കും പഠിച്ചിട്ട് ചെമ്പരത്തി ചെടിയിൽ ചെമ്പല്ലി ചെമ്പുല്ലി ആ ചെമ്പല്ലി അല്ല വേറെ അപ്പൊ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടോ ചെമ്പൂച്ച ചെമ്പരത്തി ചെടിയിൽ ചെമ്പത്തി ചെമ്പുഴത്തി ചെമ്പഴത്തി ചാമ്പയ്ക്കായോ ചെണ്ട ചെമ്പിച്ചു ചെമ്പിച്ചു ആര് എന്റെ കുഞ്ഞമ്മയോ ചെമ്പിച്ചോ കുഞ്ഞമ്മ അവളെന്റെ കുഞ്ഞമ്മയ്ക്ക് വിളിച്ചേ അയ്യോ ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി ഒന്നുകൂടെ പറ ഞാൻ മറന്നിരിക്കുവായിരുന്നു പഠിക്കുന്നതിന് ഒന്നുകൂടെ പറയടി ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി ചെമ്പരത്തി ചെടിയിൽ ചെമ്മന്തി ചെമ്പരത്തി ചെടി അയ്യോ ചെമ്പരത്തി ചെടി ചെമ്പ് ചെമ്പിച്ചു ചെമ്പരത്തി ചെടിയിൽ ചെമ്പിച്ചു ഒന്നുകൂടെ പറയണം ചെമ്പൻ ചെട്ടി ചെമ്പീൻ ചെമ്പരത്തി ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി ചെമ്പരത്തി ചെടിയിൽ ചെമ്മന്തി ചമ്മന്തി അല്ല അല്ല ചെത്തിപ്പൂ ചെമ്പൻ ഞാൻ പറയട്ടെ ആദ്യം പറയുന്നവർക്ക് നീ പോയിട്ടോ ചെമ്പൻ ചെമ്മീൻ ചെമ്പരത്തി ചെമ്പരത്തി ചെടിയിൽ ചെമ്പിച്ചു ഞാൻ ഫസ്റ്റില് എടാ വേടിയ മറന്നു പോകുന്നത് ലാസ്റ്റ് റൗണ്ടിലേ പണിഷ്മെന്റ് വേണ്ടേ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഒന്നിച്ച് പണിഷ് ചെയ്യിക്കാം പിന്നെ അടുത്ത റൗണ്ട് ഞാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തോപ്പിക്കാൻ നല്ലൊരു കാപ്പി അങ്ങോട്ട് ഇട്ടേ ബ്രൂ കോഫി കുടിക്കട്ടെ സമയം 3:30 ബ്രൂ കോഫി അല്ലേ ആദ്യം നമ്മൾ പാലെടുക്കുക പാലെടുത്തതിന് ശേഷം കവർ പാലാണെങ്കിൽ അത് നിങ്ങൾ കത്തിക വെച്ച് മുറിക്കുക മുറിക്കുമ്പോ അത് നോക്കണേ അതും ഒരു ജീവിയല്ലേ അതിന് വികാരങ്ങളില്ലേ പറഞ്ഞു അതിന് വിചാരങ്ങളില്ലേ വേദനകളില്ലേ ഇത് നമ്മൾ പാത്രമെടുത്ത് അതിലേക്ക് ഒഴിക്കുക അതിനുശേഷം തീ മെല്ലെ ഓണാക്കുക മെല്ലെ പൊള്ളാതെ നോക്കണേ അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക തിളച്ച് വരുമ്പോൾ അതിലേക്ക് ബ്രൂവിന്റെ പൊടി ഇടുക പഞ്ചസാര ഇടുക നല്ല പോലെ ഇളക്കുക ഇളക്കിയതിന് ശേഷം
തിളച്ച് കഴിഞ്ഞിട്ട് കപ്പെടുക്കുക. കപ്പെടുത്തിട്ട് ഈ തിളച്ച ചായ ഒഴിക്കുക. എന്നിട്ട് മെല്ലെ അതിന് ശേഷം മെല്ലെ എടുത്ത് ഓരോ സിപ്പ് വീതം കുടിക്കുക. തിരിച്ച് കപ്പ് അവിടെ വെക്കുക. ചായ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നന്നായിട്ടുണ്ട്. മൂന്നാമത്തെ റൗണ്ട്, ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകുന്നു. പറഞ്ഞോളൂ. മഞ്ഞ, മഞ്ഞൾ, മഞ്ഞ മണ്ണിൽ, മഞ്ഞൾ മഞ്ഞിൽ. ഒന്ന് പറ വേഗം. മഞ്ഞ മണ്ണിൽ മഞ്ഞൾ മഞ്ഞി. ആണോ? മഞ്ഞയാണോ? മങ്ങി. മഞ്ഞ മണ്ണിൽ, മഞ്ഞ മഞ്ഞിൽ, മഞ്ഞൾ, മഞ്ഞിൽ മഞ്ഞൾ മയങ്ങി. മഞ്ഞ മഞ്ഞിൽ മഞ്ഞൾ മങ്ങി മങ്ങി. മഞ്ഞ മഞ്ഞിൽ മഞ്ഞൾ മണ്ണായി. മഞ്ഞായി. മഞ്ഞ മണ്ണിൽ മഞ്ഞൾ മണ്ണായി. മഞ്ഞായി. മഞ്ഞ മണ്ണിൽ മഞ്ഞൾ മഞ്ഞായി. രണ്ടുപേരും പറഞ്ഞോ? മൂന്നുപേരുടെ അവസാനത്തെ റൗണ്ടിൽ 3 പേരും പറയും അല്ലേ? അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ചലഞ്ച് അല്ലേ? ചലഞ്ച് പാർട്ട് 2 അല്ലേ? അങ്ങനല്ലേ? ആണോ? അതെ. അപ്പൊ ആ ചലഞ്ചാണ് പാർട്ട് 2 അന്ന് അത് മതി. ഓക്കെ, ഒന്നുകൂടെ ആദ്യം എന്താ പറയുക? ചലഞ്ച് അല്ല, പാട്ടു. ചലഞ്ച് പറയട്ടെ. അതൊരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുന്നു. ചലഞ്ച് 1 2 3 അങ്ങനെ ഇതിവിടെ കേട്ട് വെച്ചാൽ മതി. അപ്പൊ അതിന് വീഡിയോ പറയാനുള്ള സാധനം എടുത്ത് കൊടുക്കടി. അത് നോക്കി വീഡിയോ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. കണ്ണ് ഇതിനെ കൊണ്ട് ഇങ്ങോട്ട് തുറക്ക, തുണി ഇങ്ങോട്ട് എടുക്ക. ഏതോ ഇല്ലത്തെ നമ്പൂതിരിയാണാവോ? അല്ലേ, ഇത് ലസ്റ്റ് തോന്നില്ല. ഇവിടെ ഒരുമാതിരി ഏതോ ഇല്ലത്തെ നമ്പൂതിരി കളിക്കുക. കൊണ്ടുവരിക കബഡി കൂടെ തന്നെയാണ് നോക്കിട്ട് പറയാ. അങ്ങനെ ഗായ്സ്, അടുത്തയാള് വന്നിരിക്കുകയാണ്. ആരാ? എന്താ ഏതാണ്ട് പറയുന്നത്? എന്തോ പറഞ്ഞു കൊടുക്കാൻ അങ്ങോട്ട്. പറയുവാണോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഇങ്ങോട്ട് നീങ്ങി ചെവി കേൾക്കാൻ വയ്യ. ഞാനൊന്ന് നോക്കട്ടെ. ആണ് നോക്കുന്നു. ഞാനിവിടെ നോക്കാം. ഞാനൂടി എന്നെ കൂടി കാണിക്കും. കുഞ്ഞുമോന്റെ മോനെ എന്നെ കാര്യത്തിന് തീരുമാനം ഉണ്ടാവും. ഞാനിവിടെ നോക്കാം. ഫ്രിഡ്ജ് അങ്ങോട്ട് തുറക്കുക, മുട്ട ഇങ്ങോട്ട് എടുക്കുക.
എന്ത് രസാ കാണാൻ മുട്ട അതിങ്ങോട്ട് കയ്യിലോട്ട് പിടിക്കുക ഒരു ചതങ്ങോട്ട് പൊട്ടിക്കുക ചതച്ച് പൊട്ടിക്കണം. എന്റെ കൈ പൊട്ടിച്ചു. പാലെടുപ്പത്ത് വെക്കുക. സോറി, അങ്ങനല്ല. കഴിഞ്ഞു, തീർന്നു. ഒരെണ്ണം കൂടെ ഉണ്ട്, ലാസ്റ്റ് റൗണ്ട്. ചേച്ചിയുടെ വെക്കും ലാസ്റ്റ് റൗണ്ട് ഗായ്സ്. ഞാൻ തെക്കോട്ടാ നോക്കിയിരിക്കുന്നത്. ഞാൻ വടക്കോട്ട്. ചോക്ലേറ്റ് ചോക്ലേറ്റ് ഷീറ്റ്. അങ്ങനെ നല്ല ചോക്ലേറ്റ് ഷീറ്റ് അങ്ങോട്ട് പോകും. ചോക്ലേറ്റ് ഷീറ്റ് ഇങ്ങോട്ട് കയറ്റി വെച്ച് നോക്കാം. ആരെ ഇങ്ങോട്ട് കയറ്റി വെച്ച് നോക്കാം.